നമസ്കാരം. പ്രധാന വാർത്തകൾ. ആരൊക്കെ എവിടൊക്കെ മതിൽ ചാടുമെന്ന് എങ്ങനെ അറിയാം? ഇതൊക്കെ മുൻകൂട്ടി കാണാൻ പറ്റുമോ? രാഹുലിനെതിരെ പാർട്ടി തീരുമാനം വൈകില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാർട്ടി നിലപാട് വൈകില്ലെന്ന് കെ മുരളീധരൻ പറഞ്ഞു. ഉടൻ തീരുമാനമുണ്ടാകും, നീട്ടിക്കൊണ്ടു പോകില്ല. രാഹുലിനെതിരെ പരാതി ഇല്ലാതിരുന്നിട്ടും അദ്ദേഹം രാജിവെച്ച തുടർ നടപടി വേണ്ടെന്ന് പാർട്ടി തീരുമാനിച്ചതാണ്. ഇതിനുശേഷം വന്ന ശബ്ദരേഖകൾ സ്ഥിതി കൂടുതൽ ഗൗരവമുള്ളതാക്കി. ശബ്ദരേഖയുടെ ആധികാരികത പരിശോധിക്കണം. കുറ്റാരോപിതരെ സംരക്ഷിക്കുന്ന നിലപാട് പാർട്ടി സ്വീകരിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ആശങ്ക കൂടുന്നു. സംസ്ഥാനത്ത് 3 ജില്ലകളിൽ അമീബിക് മസ്തിഷ്ക ജ്വരം. സംസ്ഥാനത്ത് മലബാറിലെ 3 ജില്ലകളിൽ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിലായി 7 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഉറവിടം ഇതുവരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. ഇത് ആരോഗ്യവകുപ്പിന് ആശങ്കയുണ്ടാക്കുന്നുണ്ട്. കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലെ 6 പേരും വയനാട്ടിലെ ഒരാളുമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. രോഗം സ്ഥിരീകരിച്ച പ്രദേശങ്ങളിലെ വെള്ളത്തിന്റെ സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചെങ്കിലും ഇതുവരെ ഫലം ലഭിച്ചിട്ടില്ല. പതിനേഴുകാരിയുടെ കൊട്ടേഷൻ. തിരുവനന്തപുരത്ത് യുവാവിന് ക്രൂരമർദ്ദനം. പെൺകുട്ടിയടക്കം 4 പേർ അറസ്റ്റിൽ. തിരുവനന്തപുരത്ത് യുവാവിന് ക്രൂരമർദ്ദനം. 17കാരി നൽകിയ കൊട്ടേഷൻ പ്രകാരമാണ് യുവാവിന് 3-അംഗ സംഘം മർദ്ദിച്ചതെന്ന് പോലീസ് പറഞ്ഞു. സംഭവത്തിൽ പെൺകുട്ടിയടക്കം 4 പേരെ തിരുവല്ലം പോലീസ് കസ്റ്റഡിയിലെടുത്തു. അഴീക്കോട് സ്വദേശി റഹീമിനാണ് മർദ്ദനമേറ്റത്. പെൺകുട്ടിയെ റഹീം പിന്നാലെ നടന്ന് ശല്യപ്പെടുത്തിയതിനാണ് കൊട്ടേഷൻ നൽകിയതെന്നാണ് പോലീസ് പറയുന്നത്. പെൺകുട്ടി നൽകിയ കൊട്ടേഷൻ പ്രകാരം 3-അംഗ സംഘം റഹീമിനെ ജഡ്ജിക്കുന്നിൽ വെച്ച് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. രക്തത്തിൽ കുളിച്ച നിലയിലാണ് റഹീമിനെ കണ്ടെത്തിയത്. തുടർന്ന് റഹീമിനെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. റഹീമിന്റെ പരാതിയിൽ കേസെടുത്ത പോലീസ് പ്രതികളെ പിടികൂടി. ഊന്നുകല്ലിലേത് കവർച്ച ലക്ഷ്യമിട്ടുള്ള കൊലപാതകം. പ്രതിയായ സുഹൃത്ത് ഒളിവിൽ തന്നെ. ഊന്നുകല്ലിന് സമീപം ആൾതാമസമില്ലാത്ത വീടിന്റെ മാലിന്യ ടാങ്കിനുള്ളിൽ അഴുകിയ നിലയിൽ കണ്ടെത്തിയ ശാന്തയുടെ മരണം കവർച്ച ലക്ഷ്യമിട്ടുള്ള കൊലപാതകമെന്ന് പോലീസ്. ഇവർ ധരിച്ചിരുന്ന 12 പവൻ ആഭരണങ്ങളിൽ 9 പവൻ സ്വർണം നഷ്ടമായിരുന്നു. നഷ്ടമായ സ്വർണം അടിമാലിയിലെ ജ്വല്ലറിയിൽ നിന്നും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. കേസിലെ പ്രതിയായ ഹോട്ടൽ ജീവനക്കാരനായ രാജേഷിനായി അന്വേഷണം തുടരുകയാണ്. ഇരുവരും തമ്മിൽ കാലങ്ങളായുള്ള സൗഹൃദമെന്നാണ് വിവരം. ഈ സൗഹൃദം മുതലെടുത്ത് കവർച്ച ലക്ഷ്യമിട്ടുള്ള കൊലപാതകമാണ് രാജേഷ് നടത്തിയത്. രാജേഷ് ഒളിവിലാണ്. ടോട്ടൽ ഫോർ യു തട്ടിപ്പ്. നടി റോമിയെ കോടതി വിസ്തരിച്ചു. തിരുവനന്തപുരം ACGM കോടതിയിലാണ് നടിയെ വിസ്തരിച്ചത്. സാക്ഷിയായി എത്തി മൊഴി നൽകുകയായിരുന്നു. ശബരിനാഥിന്റെ മ്യൂസിക് ആൽബത്തിൽ റോമ അഭിനയിച്ചിരുന്നു. ജനങ്ങളിൽ നിന്നും പറ്റിച്ച പണമെടുത്താണ് ശബരിനാഥ് മ്യൂസിക് ആൽബം നിർമ്മിച്ചത്. ആൽബത്തിൽ ശബരിനാഥും അഭിനയിച്ചിട്ടുണ്ട്. ആ സമയത്ത് തന്റെ മാനേജറെ വിളിച്ച് തനിക്ക് കൃത്യമായ പ്രതിഫലം നൽകിയതുകൊണ്ടാണ് താൻ അഭിനയിച്ചതെന്ന് റോമ വ്യക്തമാക്കി. അതിനപ്പുറത്തേക്ക് ഈ കമ്പനിയുമായി യാതൊരു ബന്ധവുമില്ലെന്ന് നടി കോടതിയിൽ പറഞ്ഞു.